2019 NIA രജിസ്റ്റർ ചെയ്ത IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രതികൾക്ക് 8 വർഷം കഠിന തടവ്. കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസാറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് ശിക്ഷിച്ചത്. കൊച്ചി NIA കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സിജോ വർഗീസ് വിവരങ്ങളുമായി. സിജോ, എന്താണ് വിശദാംശം? നിഷാദ്, 2019 NIA ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുക്കുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള തെളിവുകളടക്കം NIA ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതായത് 2013 മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതാണ്. 2017 ഇരുവരും കേരളത്തിലും തമിഴ്നാട്ടിലും വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയപ്രചരണങ്ങൾ നടത്തുകയും രഹസ്യയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാണ് NIAയുടെ കണ്ടെത്തൽ. അത് സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ കൊച്ചി NIA കോടതി ഈ കേസിൽ നിർണായകമായിട്ടുള്ള വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അതായത് 3 വകുപ്പുകളിലും 8 വർഷം വീതം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയും. ഒപ്പം തന്നെ ഈ ജയിലിൽ കിടന്ന കാലയളവ് അതിൽ ഇളവ് ലഭിക്കുകയും ചെയ്തും. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, അതായത് ഗൂഢാലോചന, ഒപ്പം തന്നെ ഈ ആശയ പ്രചരണങ്ങൾ നടത്തിയത്, ഒപ്പം UAPA വകുപ്പുകൾ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്തിരുന്നത്. കോയമ്പത്തൂർ സ്വദേശികളാണ് പ്രതികൾ. ഇരുവരും ഈ കോയമ്പത്തൂർ കാർ സ്ഫോടന കേസിലടക്കം പ്രതികളുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയപ്രചരണങ്ങൾ നടത്തി, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തി, രഹസ്യ യോഗങ്ങൾ ചേർന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും അടക്കം യുവാക്കളെ സിറിയയിലേക്ക് കടത്താൻ ശ്രമിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് NIA കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് ഇപ്പോൾ NIA കോടതി ശിക്ഷിച്ചിരിക്കുന്നത്.